ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഭൂവിൽ പിറക്കുമ്പോൾ ഇരുകൈയും നീട്ടി വാങ്ങും നീ മാലാഖമാർ. ഒരു ജീവൻ മണ്ണിൽ പൊലിയുമ്പോൾ അരികെ ശാന്തമായ യാത്രയാക്കിയിടും ഭൂവിലെ മാലാഖമാർ. സ്വന്തവേദനയതെല്ലാം മറന്ന സോദരർക്കായി നീക്കിവച്ചിടും ജീവിതം. നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണീർ തുടച്ചു നൽകിടുന്നിവർ സാന്ത്വനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അങ്ങയുടെ ദാസർക്ക് അങ്ങയുടെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് അങ്ങയുടെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ എന്ന സങ്കീർത്തകൻ്റെ മനോഹരമായ പ്രാർത്ഥനയോട് ചേർന്ന് ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് നിങ്ങളേവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കുവൈറ്റിൽ നിന്നുള്ള ഒരു നേഴ്സിൻ്റെ കുടുംബം കർത്താവിൻ്റെ ശക്തമായ കരുതലും സ്നേഹവും അനുഭവിച്ചറിഞ്ഞ അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ ഓരോ നിമിഷവും നമ്മെ കരുതുന്ന ഈ ദൈവിക സ്നേഹം നമ്മുടെ കുടുംബങ്ങളിലും തിരിച്ചറിയുവാനും നന്ദി പറയുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ജോഷുവ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായം 15-ാം വാക്യം. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും എന്ന വചനം അക്ഷരാർത്ഥത്തിൽ അനശ്വരമാക്കിയ കുവൈറ്റ് നേഴ്സസ് മിനിസ്ട്രിയിലെ ഒരു കുടുംബത്തെ നമുക്കിന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ബിജു, ജീവിത പങ്കാളി സിനി, മൂത്ത മകൻ ജോ, മരിയ, ജോൺ, ജർമ്മയ, 5ാമത്തെ മകനെ പ്രതീക്ഷിച്ചിരിക്കുന്നു. 11 വർഷത്തെ കുവൈറ്റിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് കുടുംബമായി നാട്ടിൽ പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. നേഴ്സസ് മിനിസ്ട്രിയുടെ നേതൃത്വ നിരയിൽ ഉണ്ടായിരുന്ന വ്യക്തി എന്ന നിലയിൽ കുടുംബപരമായും വ്യക്തിപരമായും നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായും. പ്രവാസ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം വിശുദ്ധ കുർബാനയെ പറ്റി. ഒത്തിരി തീഷ്ണതയോടുകൂടി വിശുദ്ധ ബലി അർപ്പിക്കാൻ, ഡ്യൂട്ടിയുടെ ക്ഷീണത്തിലും ഓവർ ടൈമും എല്ലാത്തിൻ്റെയും ക്ഷീണത്തിലും ഒരു ദിവസം പോലും വിശുദ്ധ ബലി മുടങ്ങാതെ തീഷ്ണതയോടുകൂടി ദിവ്യബലി അർപ്പിക്കുവാനും, ഏത് വിഷമഘട്ടത്തിലും 24 മണിക്കൂറുമുള്ള ദിവ്യകാരുണ്യ ആരാധന ചാപ്പലിൽ ഓടിപ്പോയി ഈശോയോട് സങ്കടം പറയാൻ സാധിക്കുന്നത് എനിക്ക് തീരെ നഷ്ടമായി തീരും. അതുപോലെ തന്നെ നേഴ്സസ് മിനിസ്ട്രി എന്ന കൂട്ടായ്മ, നേഴ്സസ് മിനിസ്ട്രിയിലെ ഓരോ പ്രാർത്ഥന കൂട്ടായ്മയിലൂടെയും എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് ഉയരാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ എന്ത് വിഷമഘട്ടം വന്നാലും നേഴ്സസ് മിനിസ്ട്രിയിലുള്ള സുഹൃത്തുക്കളെ വിളിച്ചാൽ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുവാനും, അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ആകുലപ്പെടുന്ന സ്വഭാവമായിരുന്നു. 4ാമത്തെ മോൻ്റെ പ്രഗ്നൻസിയിലാണെങ്കിലും ഒത്തിരിയേറെ കോംപ്ലിക്കേഷൻസ് എനിക്കുണ്ടായിരുന്നു. എന്നാലും ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ചുകൊണ്ട് എൻ്റെ ജോലി പോകാവുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടും ഒട്ടും ആശങ്കപ്പെടാതെ പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ ദൈവഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ എനിക്ക് സാധിച്ചത് നേഴ്സസ് മിനിസ്ട്രി എന്ന കൂട്ടായ്മയിലൂടെയാണ്. വിശുദ്ധ കുർബാനയെ പറ്റി പറഞ്ഞപ്പോഴാണ് ഓർത്തത്, നമ്മുടെ ഇടവകയിലെ മാതൃകാ കുടുംബമെന്ന് വിശുദ്ധ കുർബാനയുടെ മധ്യേ അച്ഛൻ പറയുകയുണ്ടായി. രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള ജോലി തിരക്കുണ്ടെങ്കിലും കൈക്കുഞ്ഞിനെയും മറ്റു കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ സിനിക്ക് ഡ്യൂട്ടി ആണെങ്കിലും ബിജു കുർബാനയ്ക്ക് വരുന്നത് ഞങ്ങൾ കാണാറുണ്ടല്ലോ. മറ്റുള്ളവർ പള്ളിയിലേക്ക് കടന്നു വരാൻ മടി കാണിക്കുമ്പോഴും കുഞ്ഞുങ്ങളുമായി എല്ലാ ദിവസവും ദേവാലയത്തിൽ കടന്നു വരാൻ വിശുദ്ധ കുർബാനയോട് ഇത്രയേറെ ആഴപ്പെടുവാനുണ്ടായ സാഹചര്യം എന്താണ്? എൻ്റെ മാതാപിതാക്കൾ ചെറുപ്പം മുതലേ ഞാൻ കാണുമ്പോൾ എല്ലാം അവർ കുർബാനയിലേക്ക് എന്നും കുർബാനയ്ക്ക് ഓടിപ്പോവും. എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് അവർ കുർബാന കാണാതെ ഒന്നും ചെയ്യാറില്ല. ഇവൻ ഒരു ചെറിയൊരു പച്ചമുളക് നടുന്നുണ്ടെങ്കിൽ പോലും അവർ കുർബാനയെ കാണാണ്ട് ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് അപ്പച്ചൻ എപ്പോഴും എന്നോട് പറഞ്ഞു തരാറുണ്ട്. എൻ്റെ അമ്മയാണെങ്കിലും വിശ്വാസ പ്രമാണം ചെല്ലാതെ ഒരു കാര്യം പോലും വീട്ടിൽ ചെയ്യാറില്ല. ഇവൻ ഭക്ഷണം ഉണ്ടാക്കുന്ന പോലും ആ പ്രാർത്ഥനയിലൂടെയാണ് അമ്മ എപ്പോഴും പറയും, നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും കുർബാന കണ്ടു കഴിഞ്ഞാൽ നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരും എന്നെൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ജീവിത പങ്കാളി നേഴ്സസ് മിനിസ്ട്രിയിൽ ചേർന്നപ്പോൾ ജീവിത പങ്കാളി കുറേ ആശയങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് പകർന്നു വന്നു. അതെനിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് പ്രത്യേക ഒരു പ്രചോദനമായി. അപ്പോൾ അതുകൊണ്ട് എനിക്കത് നേഴ്സസ് മിനിസ്ട്രിയിലൂടെയാണ് എനിക്ക് കൂടുതലും വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള കൂടുതൽ ആഴമായി മനസ്സിലാക്കാൻ ജീവിത പങ്കാളി പറഞ്ഞു തന്നപ്പോഴാണ് എനിക്ക് കൂടുതൽ ആഴമായി മനസ്സിലാക്കാൻ പറ്റിയത്. ജീവിത പങ്കാളി പറഞ്ഞു, മക്കളെയും കൊണ്ടാണ് എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോകേണ്ടതെന്ന് ജീവിത പങ്കാളി എന്നോട് പറഞ്ഞു. ആദ്യം ഞാനൊന്ന് മടിച്ചെങ്കിലും പിന്നീട് ഞാൻ എല്ലാ ദിവസവും മക്കളെയും കൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് പോയപ്പോൾ മക്കളുടെ ജീവിതത്തിൽ പോലും അതൊരു മാറ്റം കണ്ടു. അത് എനിക്ക് വലിയൊരു പ്രചോദനമായി. അപ്പോൾ എൻ്റെ ഈ മകൻ പ്രസവിച്ചപ്പോൾ അവൻ 20ാമത്തെ ദിവസം തൊട്ട് ഞാൻ ഇവനെ കുർബാനയ്ക്ക് കൊണ്ടുപോയി. അതിൻ്റെ പ്രകടമായ മാറ്റം ഈ മകൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായി. അത് വിശുദ്ധ കുർബാനയിൽ നിന്ന് ഉണ്ടായ ഒരു പ്രചോദനമാണ് എനിക്ക്. ജോക്കുട്ടൻ അമ്മേനെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കാറുണ്ടെന്നും മറ്റു കുട്ടികളിലൊക്കെ ഒത്തിരി വ്യത്യസ്തനാണെന്നും ആൻറ്റിക്ക് അറിയാം. അമ്മ നേഴ്സസ് മിനിസ്ട്രിയിൽ വന്നത് മൂലം മോൻ്റെ കുടുംബത്തിലുണ്ടായ മാറ്റങ്ങൾ ആൻറ്റിക്കൊന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായും. അമ്മ നേഴ്സസ് മിനിസ്ട്രിയിൽ വന്ന സമയം മുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റം ഉണ്ടായി. ഞങ്ങൾ ഈശോയെ ഒത്തിരി സ്നേഹിക്കുവാനും ഈശോയെ ഒത്തിരി അറിയുവാനും ഈശോയോട് പ്രാർത്ഥിക്കുവാനും ഏത് പ്രതിസന്ധിയിലും ദൈവം മാത്രം ഒരു തുണ എന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ബോധ്യപ്പെടുകയും ചെയ്തു. പിന്നെ അമ്മ നേഴ്സസ് മിനിസ്ട്രിയുടെ ഓരോ ഫോർമേഷൻ ക്ലാസ്സിലും കിട്ടുന്ന ആശയങ്ങൾ ഞാനുമായി പങ്കുവയ്ക്കുകയും അങ്ങനെ ഒത്തിരി ദൈവികമായ കാര്യങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ട് കിട്ടുകയും അത് എൻ്റെ ആത്മീയ ജീവിതത്തിൽ അത് പ്രചോദനപ്പെടുകയും ചെയ്തു. നിങ്ങൾ 3 പേരും ഒന്നുചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടായതായി ആൻറ്റി കേട്ടിട്ടുണ്ട്. ആ അനുഭവം പ്രേക്ഷകരുമായി നമുക്കൊന്ന് പങ്കുവെച്ചാലോ? മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതിന് കുറച്ച് ദിവസം മുൻപ് ഞങ്ങൾ കുറച്ച് ദിവസം അടുപ്പിച്ച്
പുലർച്ചെ 3 മണിക്ക് എഴുന്നേൽക്കുകയും കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇത് സാധിച്ചത് ഞാൻ കിടക്കുന്നതിന് മുൻപ് എൻ്റെ കാവൽ മാലാഖയായ മാലാഖയോട് പ്രാർത്ഥിച്ച് കിടക്കുകയും മാലാഖ എന്നെ 3 മണിക്ക് വിളിച്ചെഴുന്നേൽപ്പിക്കണമേ എന്ന് പറയുകയും ചെയ്തു. കൃത്യം 3 മണിയാകുമ്പോൾ മാലാഖ എന്നെ വിളിക്കും. ഞാൻ എഴുന്നേറ്റ് ഇവരെ വിളിക്കുകയും ചെയ്യാറുണ്ട്. ചേട്ടൻ ഞങ്ങളെ 3 മണിക്ക് വിളിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് കൊന്തയും കർണക്കൊന്തയും എത്തിക്കുകയും ചെയ്യായിരുന്നു. അപ്പച്ചനും അമ്മയും ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ എപ്പോഴും ഞങ്ങളോട് ചോദിക്കാറുണ്ട് കുടുംബ പ്രാർത്ഥന എത്തിച്ചോ. 7 മണിക്ക് ഞങ്ങൾ കുന്തിരിക്കം വെച്ച് അതുകൊണ്ട് കുടുംബ പ്രാർത്ഥന എത്തിക്കാറുണ്ട്. ഒരു ദിവസം ഞങ്ങൾ കുടുംബം എത്തിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മാതാവിൻ്റെ രൂപത്തിലേക്ക് നോക്കിയപ്പോൾ ഞങ്ങൾ കണ്ടു മാതാവിൻ്റെ മുട്ടിൽ നിന്നും ജലം ഒഴുകുന്നത് കണ്ടു. പിന്നെ അതിനുശേഷം ഞങ്ങൾക്ക് സുഗന്ധാഭിഷേകം അനുഭവപ്പെടുവാനും സാധിച്ചു. ഞങ്ങളുടെ ആവേശം നിമിത്തം ഞങ്ങൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഓടിച്ചെന്ന് അവരെ അറിയിച്ചു. അവരും ഓടി വന്നപ്പോൾ അവർക്കും ആ സാന്നിധ്യം അനുഭവപ്പെടുവാൻ സാധിച്ചു. സിനി പ്രഗ്നൻസിയിൽ കോവിഡ് പോസിറ്റീവ് ആയല്ലോ. എല്ലാവരും കോവിഡിനെ ഭയപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സിനി ആ അവസ്ഥ എങ്ങനെയാണ് തരണം ചെയ്തത്? വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു, ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണ്. ശരിക്കും കോവിഡ് പോസിറ്റീവ് ആയ സമയത്ത് ഈ വചനം എൻ്റെ ജീവിതത്തിൽ അനുഭവവേദ്യമാകുകയായിരുന്നു. ഒട്ടും ആശങ്കപ്പെടാതെ തന്നെ കോവിഡ് പോസിറ്റീവായ സാഹചര്യത്തിലും ഈശോയോട് ചേർന്ന് നിൽക്കാൻ സാധിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോവിഡ് പോസിറ്റീവ് എന്നത് യേശുവിൽ നിന്നുള്ള ഒരു ഗിഫ്റ്റാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. പെന്തക്കോസ്ത് ഒരുക്കത്തിനുള്ള ദിവസങ്ങളായിരുന്നു അത്. 10 ദിവസവും ഒരുമിച്ചിരുന്ന് ഫാമിലിയോടൊപ്പം ഞങ്ങൾക്ക് പെന്തക്കോസ്ത് ഒരുങ്ങാനായിട്ട് ദൈവം തന്ന ഒരു അവസരമായിട്ട് ഞങ്ങൾ അതിനെ കാണുന്നു. അതുപോലെ പെന്തക്കോസ്തയ്ക്ക് മക്കളും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പെന്തക്കോസ്തയ്ക്ക് ഒരുങ്ങുകയും മക്കൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുകയും വചനത്തോടുള്ള ദാഹത്താൽ അവർ നിറയുകയും ചെയ്തു. അതുകൊണ്ട് യേശു തന്നൊരു ഗിഫ്റ്റായിട്ട് ഈ കോവിഡിനെ ഞങ്ങൾ കണക്കാക്കുന്നു. സ്വന്തം കുഞ്ഞുങ്ങളെ മാത്രമല്ല മിനിസ്ട്രിയിലെ മറ്റു കുഞ്ഞുങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് അവരെ വചനം പഠിപ്പിക്കാനും ഈശോയെയും മാതാവിനെയും മറ്റു വിശുദ്ധരെയും ഒക്കെ കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനും ഒഴിവു സമയങ്ങൾ നിങ്ങൾ വിനിയോഗിക്കാറുണ്ടല്ലോ. അതിനിടയിൽ 33 ദിവസവും ഈ മക്കളെ എല്ലാം ഒരുമിച്ച് ചേർത്ത് ഈ ഭവനത്തിൽ വെച്ച് മാതാവിന്റെ വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്യുകയും അതിന്റെ അവസാന ദിവസം ഒത്തിരി മനോഹരമാക്കി തീർക്കുകയും ചെയ്തതിനെ പറ്റി നമുക്കൊന്ന് പങ്കുവെച്ചാലോ? ഇതിക്ക് മുന്നേ ഞങ്ങൾ ഒരു പ്രാവശ്യം വിമല ഹൃദയ പ്രതിഷ്ഠ ചെല്ലിയപ്പോൾ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും വലിയൊരു മാറ്റം ഞങ്ങൾ കണ്ടു. ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത മാതാവിനോടുള്ള വലിയൊരു അടുപ്പം ഞങ്ങൾക്ക് അതിലൂടെ വന്നു. അപ്പോൾ പിന്നീട് ഒരു വിമല ഹൃദയ പ്രതിഷ്ഠ വന്നപ്പോൾ ഭാര്യ പറഞ്ഞു, നമുക്ക് മറ്റുള്ള ആളുകളെയും കൂടി ഇതിൽ പങ്കെടുപ്പിക്കണം, നേഴ്സസ് മിനിസ്ട്രിയിലെ മറ്റു കുട്ടികളെ കൂടി ഇതിന് പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത് വിമല ഹൃദയ പ്രതിഷ്ഠ ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഡ്യൂട്ടിയുടെ വളരെയധികം പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഭാര്യ ജോലിക്ക് പോകുമ്പോൾ വിമല ഹൃദയ പ്രതിഷ്ഠ ഞാനും എൻ്റെ മക്കളും മറ്റുള്ളവരെല്ലാവരും കൂടിയാണ് വിമല ഹൃദയ പ്രതിഷ്ഠ ചെല്ലിയത്. വിമല ഹൃദയ പ്രതിഷ്ഠ ലാസ്റ്റ് ദിവസം എൻ്റെ കൂടെ ഞങ്ങളുടെ അയൽപക്കത്തുള്ള എല്ലാ വീട്ടുകാരും മാതാവിനെ അലങ്കരിക്കുന്നതിന് ഞാൻ പറയാതെ തന്നെ ഇങ്ങോട്ട് വന്ന് അത് ചെയ്യാൻ അവർ ഉത്സാഹരായി എല്ലാവരും വന്നു. അന്നേ ദിവസം ഞങ്ങൾ വിമല ഹൃദയ പ്രതിഷ്ഠ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു മാതാവിൻ്റെ സുഗന്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ അയൽപക്കത്തുള്ള എല്ലാവർക്കും അത് അനുഭവപ്പെടുകയും എല്ലാവർക്കും മാതാവിനോട് വലിയൊരു ഭക്തി ഉണ്ടാവുകയും അവരെല്ലാവരും ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ മക്കളെയും അടുത്ത വിമല ഹൃദയ പ്രതിഷ്ഠയിൽ ഇതിൽ പങ്കെടുപ്പിക്കണമെന്ന് അവർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മക്കളെ, നിങ്ങൾക്ക് ഒത്തിരി വചനം അറിയാലോ. ഈശോയ്ക്ക് വേണ്ടി നമുക്കൊരു വചനം പറഞ്ഞാലോ? സങ്കീർത്തനം 117. കർത്താവിനെ സ്തുതിക്കുവിൻ, ജനതകളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ജനപദങ്ങളെ അവിടുത്തെ പുകഴ്ത്തുവിൻ. നമ്മോടുള്ള അവിടുത്തെ കാരുണ്യം ശക്തമാണ്, കർത്താവിന്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കും. കർത്താവിനെ സ്തുതിക്കുവിൻ. യെശയ്യാ 45:2-3. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നെരുപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പുകൾ ഒടിക്കുകയും ചെയ്യും. നിന്റെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. 2 സാമുവേൽ 7:29. അടിയന്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ. ഈ ഒരു വചനത്തിന്റെ അഭിഷേകം ഈ കുടുംബത്തിലേക്കും ലോകമെമ്പാടുമുള്ള എല്ലാ കുടുംബത്തിലേക്കും ഒഴുകപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിലേക്ക് ഈശോ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത്
നമുക്കവിടുത്തേക്ക് നന്ദി പറയാം. യേശയ്യായുടെ പുസ്തകം 30-ാം അധ്യായം 20-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും നൽകിയാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. ഇപ്പോൾ ഈ COVID-19 എന്ന മഹാമാരിയിലൂടെ താനും തൻ്റെ കുടുംബം മുഴുവനും കടന്നുപോയപ്പോഴും ഈശോയെ മുറുകെ പിടിച്ച് വിശ്വാസത്തോടെ പ്രതിസന്ധികളെ തരണം ചെയ്ത കുവൈറ്റിലെ ഈ നേഴ്സിൻ്റെ അനുഭവം നമ്മുടെയും വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജോബി ബോസ്കോ. ഞാൻ കുവൈറ്റിൽ നഴ്സായിട്ട് ജോലി ചെയ്തു വരികയാണ്. ഈ കോവിഡ് കാലത്ത് തമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകളും അതുവഴിയായി എനിക്ക് വന്ന മാറ്റങ്ങൾക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല. ഞാൻ കുട്ടികളുടെ വിഭാഗത്തിലാണ് ജോലി ചെയ്യുന്നത്. ഈ കോവിഡിൻ്റെ ആരംഭകാലത്ത് കോവിഡ് രോഗികളുമായിട്ട് ഞങ്ങൾക്ക് വലിയ സമ്പർക്കമൊന്നും ഇല്ല. എന്നിരുന്നാലും ഈ മഹാമാരി ലോകമെമ്പാടും ആഞ്ഞടിക്കുമ്പോഴും ലോകമെമ്പാടുമുള്ള എല്ലാ രോഗികൾക്കും അവരെ ശുശ്രൂഷിക്കുന്ന നഴ്സുമാർക്കും വേണ്ടിയിട്ട് ഇടവിടാതെ പ്രാർത്ഥിക്കുവാനും അതോടൊപ്പം എന്നെ തന്നെ വിശുദ്ധീകരിക്കാനും ഈശോ ഒത്തിരി അവസരങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരാഗ്രഹം, ഈശോയെ ഈ ശുശ്രൂഷ മേഖലയിലേക്ക് വിളിച്ച എന്നെ നഴ്സസ് മിനിസ്ട്രിയിലൂടെ വളർത്തിയെടുത്ത എനിക്ക് ഈ കോവിഡ് കാലത്ത് ഈ കൊറോണ രോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ ആഗ്രഹം ഇങ്ങനെ അലയടിച്ചുകൊണ്ടേയിരുന്നു. അത് ഞാൻ എൻ്റെ തമ്പുരാനോട് പറയുകയും ചെയ്തു. ഞാൻ ഇടയ്ക്ക് തമ്പുരാനോട് പറയും, എൻ്റെ ഉള്ളം അറിയുന്നവനെ, നീ എനിക്ക് ഇതിനു വേണ്ടി ഒരു അവസരം നീ ഒരുക്കി തരണം. കുറേ ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോയി. അപ്പോഴാണ് ഞങ്ങളുടെ വാർഡിൽ നിന്നും ആദ്യത്തെ ഒരു 4 പേരെ കൊറോണ ഡ്യൂട്ടിക്കായിട്ട് വേറെ വാർഡിലോട്ട് വിട്ടു തുടങ്ങി. അപ്പം എൻ്റെ പേര് വന്നില്ലല്ലോ. എനിക്ക് ചെറിയൊരു സങ്കടം, നിരാശ. എന്നാലും പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഈശോ എനിക്കൊരു അവസരം ഉണ്ടാക്കി തരും. ഈ കൊറോണയുടെ വരും വരായികകൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കാറേ ഇല്ല. എൻ്റെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിരുന്നപ്പോൾ എൻ്റെ ഇൻചാർജ് വിളിച്ച് പറഞ്ഞു, ജോബി, നാളെ മുതൽ നിനക്ക് കൊറോണ വാർഡിലാണ് ഡ്യൂട്ടി. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. തമ്പുരാൻ എൻ്റെ നിലവിളി, എൻ്റെ ആഗ്രഹം തമ്പുരാൻ തിരിച്ചറിഞ്ഞു. ഞാൻ ഈ ഡ്യൂട്ടി ആഗ്രഹിക്കുമ്പോഴും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, എൻ്റെ ഈശോയെ, ഈ കൊറോണ എന്ന് പറഞ്ഞൊരു രോഗം എല്ലാവരും ഭയപ്പെടുന്ന ഒരു രോഗമാണ്. കൊറോണ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും മരണത്തെയാണ് മുഖാമുഖം കാണുന്നത്. ഈ സമയം എനിക്കൊരവസരം കിട്ടുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഈശോയെ രോഗികൾക്ക് കൊടുക്കാം. ഞാൻ രുചിച്ചറിഞ്ഞ ഈശോയെ എനിക്ക് കൂടുതൽ, ഇപ്പോൾ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ രോഗികൾക്ക് കൊടുക്കാൻ ഒരു അവസരം, അത് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചതും അതിനു വേണ്ടിയിട്ടാണ് കാത്തിരുന്നതും. ഇതിനിടയ്ക്കും എനിക്ക് കൊറോണ രോഗികൾക്ക്, ഇപ്പൊ എൻ്റെ മലയാളി ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും. ഇപ്പൊ പ്രഗ്നന്റ് ലേഡീസ് ഒക്കെ അഡ്മിറ്റ് ആണെങ്കിൽ അവർക്ക് ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരെങ്കിലും എന്നെ വിളിച്ചാൽ പോലും എനിക്കൊരു മടിയില്ല. പലരും മടിച്ചു നിൽക്കും, അയ്യോ കൊറോണയാണ്, തൊട്ടാൽ പോലും രോഗം വരും. എനിക്ക് അതിനെക്കുറിച്ച് ഭയമേ ഇല്ലായിരുന്നു. അവരെന്താവശ്യപ്പെട്ടു കഴിഞ്ഞാലും ഞാൻ എല്ലാ റിസ്ക്കും എടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് കാവൽ എൻ്റെ തമ്പുരാനുണ്ട്. എന്നെ വിളിച്ച തമ്പുരാൻ വലിയവനാണ്. അവന് എനിക്ക് കോട്ടയും എൻ്റെ ചുറ്റും വേലി കെട്ടി സംരക്ഷിക്കുന്നുള്ള ആ വലിയൊരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അവരെയൊക്കെ സഹായിക്കുന്ന ഒരവസരം പോലും ഞാൻ പാഴാക്കിയിട്ടില്ല. അങ്ങനെ എൻ്റെ ആദ്യത്തെ ഡ്യൂട്ടി തുടങ്ങിയാണ്. കുട്ടികളുടെ വിഭാഗത്തിൽ നിന്നും മുതിർന്നവരെ ശുശ്രൂഷിക്കേണ്ട ഒരു വലിയൊരു ദൗത്യം. എൻ്റെ ജീവിതത്തിൽ ഞാൻ മുതിർന്നവരെ അങ്ങനെ ശുശ്രൂഷിച്ചിട്ടേ ഇല്ല. കുഞ്ഞുങ്ങളുമായിട്ട് ഇടപെട്ട് അവരെ മാത്രം പരിചരിച്ചിട്ടുള്ള ശീലം മാത്രമേ ഉള്ളൂ. ആദ്യത്തെ ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നു. അന്ന് ചേഞ്ചിങ് റൂമിൽ കയറി PPE ഒക്കെ ഇട്ട് നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ശക്തമായ ഒരു തോന്നൽ, പ്രാർത്ഥിക്കാം. കാരണം ഈ പ്രാർത്ഥന അനുഭവം ഞാൻ നിന്നിരുന്ന വാർഡിൽ നിന്നും അതുപോലെ നഴ്സസ് മിനിസ്ട്രിയിൽ നിന്നും കിട്ടിയതാണ്. ഞങ്ങൾ നിന്നിരുന്ന വാർഡിൽ നിന്ന് എല്ലാ ദിവസവും, അത് എല്ലാ രാജ്യക്കാരും 5 മിനിറ്റ് പ്രാർത്ഥിച്ച് സ്തുതിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ ജോലിക്ക് കയറാറുള്ളൂ. അപ്പൊ എൻ്റെ ആദ്യത്തെ ദിവസം ഞാൻ അവിടെ, എനിക്ക് ആരെയും പരിചയമില്ല, എല്ലാം പുതിയ ആൾക്കാര്, പുതിയ മുഖങ്ങള്. ഞാൻ അവിടെ നിന്നു. ഒരു സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്ററെ, എൻ്റെ ആദ്യത്തെ ദിവസമാണ്, പ്രാർത്ഥിച്ചിട്ട് നമുക്ക് തുടങ്ങാം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് അധികം ഒന്നും പ്രാർത്ഥിച്ചില്ല. ഒരു സ്വർഗസ്ഥനായും ഒരു നന്മ നിറഞ്ഞയും പരിശുദ്ധാത്മാവിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, പരിശുദ്ധാത്മാവേ, നീ എന്നെ നയിക്കണം, എനിക്ക് ഒന്നും അറിയത്തില്ല.
ആത്മാവ് നയിച്ചാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആദ്യത്തെ ദിവസം ജോലി തുടങ്ങി. ഭയങ്കര തിരക്കാണ്. കാണുന്ന രോഗികളെല്ലാം ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ. അപ്പോൾ ഞാൻ ആദ്യത്തെ രോഗിയുടെ അടുത്തൊക്കെ പോകുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നവർ പറയും, ചേച്ചി അങ്ങോട്ട് അധികം പോകണ്ട, കോവിഡ് ആണ്, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവരെല്ലാം പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്കൊരു സങ്കോചം, ആ ദിവസം അങ്ങനത്തെ ഒരു സങ്കോചം ഉണ്ടായിരുന്നു. എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ PPക്കുള്ളിൽ നിന്നുകൊണ്ട് തമ്പുരാൻ അതിൻ്റെ ഒരു വലിയൊരു കവചമാണെന്നുള്ള ബോധ്യം തന്നുകൊണ്ട് എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഓരോ രോഗികളുടെ അടുത്ത് ചെന്നും ഈശോയെ കൊടുക്കുവാനും അവരോട് സംസാരിക്കുവാനും, ഈ ഗോവൻസ് പേഷ്യൻസും അതുപോലെ തന്നെ ഇന്ത്യൻസും എല്ലാവരും ഉണ്ടാകും. അവരുടെ അടുത്ത് ഞാൻ പറയും, അവരിങ്ങനെ പറയും, സിസ്റ്റർ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, എനിക്ക് തലവേദനയാണ്, എനിക്ക് ഭയങ്കര പനിയാണ്, ഞാൻ മരിച്ചു പോകുന്നുള്ള ഭയം. അന്നേരം എനിക്ക് ഉറച്ച വിശ്വാസത്തോടെ പറയാൻ പറ്റും, ജീസസ് വിൽ ഹീൽ യു, ജീസസ് വിൽ ടച്ച് യു. ഈശോയെക്കുറിച്ച് പറയാൻ കിട്ടിയ വലിയൊരു അവസരമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു ഹൈന്ദവ ചേച്ചിക്ക് കോവിഡ് പോസിറ്റീവ് ആണെന്ന് എന്നെ വിളിച്ച് പറഞ്ഞു. ചേച്ചി ഹോം ക്വാറന്റൈനായി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡ് രോഗലക്ഷണങ്ങളെല്ലാം കാണിച്ചു തുടങ്ങി. അപ്പോൾ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജോബി ഇന്ന് രാത്രിയാണ് ചേട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അപ്പോയിൻമെന്റ് കിട്ടിയിരിക്കുന്നത്, നിനക്കൊന്ന് കൊണ്ടുപോകാവോ? ഞാൻ പറഞ്ഞു, അതിനെന്നാ ചേച്ചി, എനിക്കൊരു കുഴപ്പമില്ല കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇല്ല, എല്ലാവരും പേടിക്കുന്നൊരു സമയം, ആരും സഹായിക്കാൻ വരുന്നില്ല, അപ്പൊ നീ ഒന്ന് വണ്ടിയിൽ കൊണ്ടുപോകാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല ചേച്ചി. അന്നേരവും എൻ്റെ മനസ്സിൽ ഈശോയെ ഒരു കാരുണ്യ പ്രവൃത്തി, ഒരു കരുണ കാണിക്കാൻ കിട്ടിയ ഒരു അവസരം, അത് മാക്സിമം ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത്. അങ്ങനെ രാത്രി ഞങ്ങൾ ഇവിടെ നിന്ന് പോയി ചേട്ടൻ്റെ സ്വാബൊക്കെ എടുത്തു. തിരിച്ച് ഞങ്ങളെ വീട്ടിൽ നിന്ന് എത്തുന്നത് രാത്രി 11:30. ഈ ചേട്ടായി പുറകിലിരിക്കുമ്പോഴും എനിക്ക് ഉറപ്പുണ്ട് ഞാനൊരു കോവിഡ് പോസിറ്റീവ് രോഗിനെയും കൊണ്ടാണ് ഈ ഹോസ്പിറ്റലിൽ പോകുന്നത്. എന്നിരുന്നാലും എനിക്ക് കോവിഡ് വന്നാലും ഇല്ലെങ്കിലും എനിക്ക് അതിനെക്കുറിച്ചൊരു ഭയമേ ഇല്ലായിരുന്നു. അങ്ങനെ ആ ചേട്ടായിനെ സുരക്ഷിതമായി തിരിച്ചെത്തിച്ചു. ചേട്ടായിയുടെ റിസൾട്ട് പോസിറ്റീവ് ആയിരുന്നു. എൻ്റെ ജീവിത പങ്കാളിയും ഇതിനൊക്കെ എന്നെ ഒത്തിരി സഹായിക്കുന്ന കൂട്ടത്തിലാണ്. അവർക്ക് വേണ്ട സാധനങ്ങളും എല്ലാം എത്തിച്ചു കൊടുക്കാൻ എൻ്റെ ജീവിത പങ്കാളി എന്നെ ഒത്തിരി സഹായിച്ചു. അങ്ങനെ ഡ്യൂട്ടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു തൊണ്ടവേദന തുടങ്ങി. എൻ്റെ നൈറ്റ് ഡ്യൂട്ടിയുടെ സമയത്ത് 2ാമത്തെ ദിവസം ഭയങ്കരമായിട്ടുള്ള പനി. എനിക്ക് ഒട്ടും നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ സ്വാബ് ടെസ്റ്റ് ചെയ്തു, എനിക്ക് പോസിറ്റീവായി. എനിക്ക് കോവിഡ് പോസിറ്റീവാന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു പേടിയും ഭയമോ അല്ലെങ്കിൽ കോവിഡ് ആണ്, എനിക്ക് അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നില്ല. ഞാൻ വീട്ടിൽ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇങ്ങനെയാണ്, കോവിഡ് പോസിറ്റീവ് ആണ്. അപ്പോൾ അവരെല്ലാം പൊതുവെ എന്നെ ഒരു മുറിയിലാക്കി അവരെല്ലാം വേറെടുത്തോട്ട് മാറി. ഞാൻ ഈ കൊറോണ ഡ്യൂട്ടി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ വീട്ടിലോട്ട് വന്ന് കയറുമ്പോൾ എനിക്ക് 2 കുഞ്ഞു മക്കളാണ് ഉള്ളത്, 5.5 വയസ്സും 3.5 വയസ്സും ഉള്ളത്. അപ്പോൾ നമ്മൾ വന്ന് കയറുമ്പോഴത്തേക്ക് അവർ ഓടി വരും, സാധാരണ ഡ്യൂട്ടി കഴിഞ്ഞു വരുന്ന പോലെ. അപ്പോൾ ഞാൻ പറയും, മക്കളെ ഇല്ല, കുറച്ചു നേരം കഴിയട്ടെ, അമ്മ പോയി ക്ലീൻ ആയിട്ട് വന്നതിന് ശേഷം മാത്രം മതി എന്ന് പറയും. അപ്പോൾ അവർ പറയും, അമ്മ കൊറോണ ഡ്യൂട്ടിക്ക് പോകുന്നോണ്ടാണല്ലോ അമ്മയ്ക്ക് ഒരു ഉമ്മത് പോലും എനിക്ക് തരാൻ പറ്റാത്തത്. അപ്പോൾ ഈ കൊറോണ പോസിറ്റീവ് ആയെന്ന് കേട്ടപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ, ഈശോയെ, ഈ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ലല്ലോ, അവരും തീർത്തും ഐസൊലേറ്റഡ് ആയി പോകുമല്ലോ. എന്നിരുന്നാലും അങ്ങനെ വിഷമമുണ്ടെങ്കിലും പ്രാർത്ഥനയിലൂടെ അതൊക്കെ അതിജീവിക്കാൻ വേണ്ടി പറ്റി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിനും ഈ ലക്ഷണം തുടങ്ങി, പനിയും ദേഹവേദനയും. ഞാനപ്പോൾ പുള്ളിക്കും വീട്ടിലുള്ള മരുന്നുകളൊക്കെ കൊടുത്ത് പുള്ളിനെയും ട്രീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. പിന്നെ ഞങ്ങൾക്ക് സെപ്പറേറ്റ് അപ്പുറത്തും ഇപ്പുറത്തും മാറി നിൽക്കാൻ വേണ്ടി പറ്റത്തില്ല. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഈ തമ്പുരാൻ തന്ന കുഞ്ഞുങ്ങളെ തമ്പുരാൻ തന്നെ സംരക്ഷിക്കും, അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കരുതലും തമ്പുരാൻ കൊടുക്കും എന്ന് എനിക്കറിയാമായിരുന്നു. എന്നിരുന്നാലും ഈ നിമിഷം വരെയും തമ്പുരാന് എൻ്റെ മക്കൾക്ക് യാതൊരുവിധ കുഴപ്പങ്ങളും വരുത്തിയിട്ടില്ല. അങ്ങനെ ഈ ഹോം ക്വാറന്റൈനിൽ ആയിരിക്കുന്ന സമയം ഈശോയോട് കൂടുതൽ ആഴപ്പെടാനും വചനാധിഷ്ഠിതമായിട്ട് ജീവിക്കാനും സാധിച്ചു. കുഞ്ഞുമക്കൾക്ക് ഒത്തിരി വചനങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും അവർ വചനങ്ങൾ ഏറ്റുചൊല്ലുവാനും സാധിച്ചു. കൊറോണ ക്വാറന്റൈൻ കഴിഞ്ഞു, ഞാൻ ഡ്യൂട്ടിക്ക് വീണ്ടും ജോയിൻ ചെയ്തു. അവിടെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് നേരത്തേതിലധികമായിട്ട് നന്നായിട്ട് രോഗികളെ നോക്കാൻ വേണ്ടി പറ്റി. കാരണം ഞാൻ രോഗത്തിലായിരുന്നപ്പോൾ എനിക്ക് ഒരാഴ്ചയോളം തുടർച്ചയായിട്ട് നല്ല പനിയും ചുമയും, അതുപോലെ ഒരു ദിവസം രാത്രി ചുമച്ച് എനിക്ക് ശ്വാസം കിട്ടാത്തൊരവസ്ഥ. അന്ന് രാത്രി എനിക്ക് വല്ലാത്തൊരു മരണഭയം. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. 1 മണിയായി, 2 മണിയായി. എൻ്റെ ഈശോയെ, ഞാനിന്ന് മരിച്ചു പോകുമോ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന് വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകാനും ആരുമില്ല എന്നുള്ളൊരു തോന്നല്.
ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോയെ ഒരുക്കമില്ലാത്ത ഒരു മരണത്തെ നീ അനുവദിക്കരുതേ. അപ്പോൾ അതിൽ കൂടെ എനിക്ക് പിന്നീട് കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്നത്, ഇപ്പോൾ ഞാൻ ഡ്യൂട്ടി ചെയ്യുമ്പോഴത്തേക്ക് ഒരു രോഗി ഒരു തലവേദനയൊന്നോ അല്ലെങ്കിൽ തൊണ്ടവേദനയൊന്നോ ഒരു പനിയെന്നോ ഇതുപോലെ സിസ്റ്റർ എനിക്ക് പേടിയാകുന്നു, ഞാൻ മരിച്ചു പോകും, ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് അവരുടെ ഉള്ളിലോട്ട് ഇറങ്ങിച്ചെന്ന്, കാരണം ഞാൻ അനുഭവിച്ച വേദനകളാണ്, അപ്പൊ ഉള്ളിലോട്ട് ഇറങ്ങിച്ചെന്ന് ആ വേദനകളെ മനസ്സിലാക്കാനും അവർക്ക് ആവശ്യമുള്ളെല്ലാം ചെയ്തു കൊടുക്കാനും എനിക്ക് വന്ന ഈ കോവിഡ് അതൊരു വലിയൊരു ബ്ലെസ്സിങ് ആക്കി തമ്പുരാൻ മാറ്റി തന്നിരിക്കുകയാണ്. ഈ കോവിഡ് കാലത്ത് കൊറോണ രോഗികളെ നോക്കുന്ന ഓരോ നഴ്സുമാരെയും പരിശുദ്ധ അമ്മയുടെ നീല അങ്കിയുടെ സംരക്ഷണം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു രോഗവും നമ്മളെ തൊടുകയില്ല, കാരണം നമ്മുടെ കൂടെ ഏറ്റവും വലിയവൻ ശക്തനായ തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്. ഇപ്പോൾ എല്ലാവരും പറയുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും ഒരു ഏഞ്ചലായി മാറട്ടെ. ഒരു നേഴ്സ് ഈ ഭൂമിയിലെ മാലാഖയായി മാറിയ വിശ്വാസ സാക്ഷ്യം കേൾക്കാൻ സാധിച്ചതിനെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. 91 സങ്കീർത്തനം ദിനം പ്രതി ചൊല്ലുന്നവരായിരിക്കും നമ്മിൽ ഭൂരിഭാഗവും. നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ നാം കർത്താവിൻ്റെ സംരക്ഷണത്തെ സംശയിക്കാറുണ്ടോ? തടസ്സങ്ങൾ ഇല്ലാതിരിക്കാൻ മാത്രമല്ല, നമുക്ക് ചുറ്റും ആയിരങ്ങളും പതിനായിരങ്ങളും മരിച്ചു വീഴുമ്പോഴും കർത്താവിനെ എൻ്റെ സങ്കേതമായും കോട്ടയായും ഏറ്റുപറഞ്ഞ് തടസ്സങ്ങളെ അഭിമുഖീകരിക്കാനുള്ള കൃപ ഈ നേഴ്സിൻ്റെ വിശ്വാസ ജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.